ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഡിസൈൻസ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് സിൽക്ക് ത്രെഡാണ്. അപ്പോൾ ഈ സിൽക്ക് ത്രെഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമ്മൾ ഉഷ ജാനോ മല്ലോറിൽ മാത്രമല്ല മെഷീൻസിൽ എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂലാണ് ഈ സിൽക്ക് ത്രെഡ്. അപ്പോൾ നമുക്ക് ഉഷ ജാനോ മല്ലോറിൽ ചെറുതായിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. അതിലും അല്പം കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലൂർ ഡീലക്സിലാണ്. അപ്പോൾ ഈ ജാനോ മല്ലോറാണ് എൻ്റെ മെഷീൻ. അപ്പോൾ അതിലെങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം ഈ മെഷീൻ്റെ ഫൂട്ട് മാറ്റണം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം അഴിച്ച് മാറ്റി വയ്ക്കണം. ആ ഒരു സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് അഴിച്ചെടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ പൊന്തി നിൽക്കുന്ന ഈ പല്ല് പോലത്തെ ഈ സാധനം കണ്ടോ, ഇത് നമുക്ക് താഴേക്ക് താത്തിയിട്ട് കൊടുക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി ഇങ്ങനെ നീങ്ങുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ പല്ല് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഇത് നമുക്ക് താത്തിയിട്ട് കൊടുക്കണം. ഇത് മെഷീൻ്റെ ഈ എക്സ്റ്റൻഷൻ ടേബിൾ മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്നിട്ട് ഇതിവിടെ ഒരു ഇത് കണ്ടോ, ഈ സ്റ്റീൽ കളറിലുള്ള ഇത് ഇപ്പുറത്തേക്ക് നമുക്ക് തട്ടിയിട്ട് കൊടുക്കാൻ പറ്റും. അതങ്ങനെ തട്ടിയിടുമ്പോൾ ഈ പല്ല് താന്ന് പോയിക്കോളും. പിന്നീട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പുറത്തേക്ക് തിരിച്ച് തട്ടിയിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പല്ല് മുകളിലേക്ക് പെട്ടെന്ന് പൊന്തി വന്നോളും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ച് ഡയൽ 0 to 1 ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ നമ്മൾ ഈ സി സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. ഈ സി സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഇത് ലോങ് ആക്കിയും ഷോർട്ടാക്കിയും ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഈ ഒരൊറ്റ ഡിസൈനാണ് ഇതിൽ നമ്മൾ മെയിനായിട്ടും എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ A-B സ്റ്റിച്ചസിൽ ഇട്ടാൽ നമുക്ക് അതുപോലെ വളരെ ലൈറ്റായിട്ടുള്ള ഡിസൈനേ വരികയുള്ളൂ. ഇനി അല്ലൂർ ഡീലക്സ് മെഷീനിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫൂട്ട് കിട്ടും. അപ്പോൾ അത് ഇട്ടിട്ട് എംബ്രോയ്ഡറി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ജാനോ മല്ലോറിൽ ഇതുപോലെയാണ് എംബ്രോയ്ഡറി ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിൽക്ക് ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നത്. എന്നാലേ കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.